ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പലപ്പോഴും ഇപ്പോൾ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് ചീറ്റിംഗ് ആണ്. പലരും ഫേക്കായിട്ടാണ് പ്രണയിക്കുന്നത്. നമുക്കറിയാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലാണ് അല്ലേ? അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതുമായി റിലേറ്റഡ് ആയിട്ട് വേറെ ടൈപ്പ് ഓഫ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും വീണ്ടും കമൻസിൽ പലരും ഈ ഒരു ടോപ്പിക്ക് ചോദിക്കുന്നത് കൊണ്ടാണ് വീണ്ടും ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് അവർ ഫോൺ ഹൈഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. അഥവാ പാസ്വേഡ് ഉണ്ടെങ്കിലും നിങ്ങൾക്കത് പറഞ്ഞു തരാതിരിക്കുക, ഓപ്പൺ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക, ഫോൺ തീരെ കയ്യിൽ തരാതിരിക്കുക. നിങ്ങളൊരു ലവ് റിലേഷൻഷിപ്പിലായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ട് കൂടി നിങ്ങളോട് അങ്ങനെ ഒരു പ്രൈവസി നന്നായിട്ട് വേണം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഫോൺ എപ്പോഴും ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പാസ്വേഡ് ഇടുന്നതിന് പ്രശ്നമൊന്നുമില്ല. നമ്മളത് പോയി ചെക്ക് ചെയ്യണം എന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ തീരെ എപ്പോഴും ഫോൺ കൺട്രോൾഡ് ആക്കുക, ഫോൺ എവിടെയും വെച്ച് പോവാതിരിക്കുക. അപ്പോൾ കുളിക്കാൻ പോവുകയൊക്കെ ആണെങ്കിൽ ഫോൺ എടുത്തുകൊണ്ട് പോവുക, അവിടെ വെച്ച് പോവാതിരിക്കുക. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഫോൺ ഹൈഡ് ചെയ്യണ്ടോ എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരുപാട് ആബ്സെൻസ്. ഇപ്പോൾ കുറേ സമയത്തിന് നിങ്ങൾ അവരെ വിളിച്ചാൽ കിട്ടിയില്ല എന്ന് വിചാരിക്കുക. പിന്നെ വിളിക്കുന്ന സമയത്ത് ചോദിക്കുകയാണ് എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ ഒന്നും ഇല്ല വിചാരിക്കുക. അല്ലെങ്കിൽ ആൻസർ ഉണ്ട്, പക്ഷെ യാതൊരു ബന്ധവും ഇല്ലാത്ത നുണയാണ് പറയുന്നതെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു ആൻസർ ആണെങ്കിലും സൂക്ഷിക്കണം. അത് തുടരെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ആബ്സെൻസ് അത് വളരെയധികം ശ്രദ്ധിക്കണം. അത് ചീറ്റിങ്ങിൻ്റെ ഒരു പാർട്ടാണ് എന്നുള്ളത് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ 2 കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ഹാപ്പി ആയിട്ട് മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ മൈൻഡ്സും എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം നിങ്ങളുടെ പുറകിലുണ്ടായിരിക്കും. സോ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. പിന്നെ ഇതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ചീറ്റിംഗ് സൈൻ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് വാഷ്റൂമിൽ പോവുക, കുളിക്കുക. സാധാരണ ഒരാൾ രാവിലെയും വൈകിട്ടുമാണ് കുളിക്കുക അല്ലേ? കൂടുതൽ സമയം കുളിക്കുക. ചിലപ്പോൾ ആ കുളിക്കുന്ന സമയത്ത് ഫോൺ കൊണ്ടുപോകുന്നുണ്ടാവാതിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് വിളിക്കുകയാണെങ്കിലും കുളിക്കുകയാണ്, വൈകിട്ട് വിളിക്കുകയാണെങ്കിലും കുളിക്കുകയാണ്, രാവിലെ വിളിക്കുകയാണെങ്കിലും കുളിക്കുകയാണ്. അങ്ങനെ എപ്പോഴും ഈ കുളിയുടെ കാര്യം പറഞ്ഞ് അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ കാര്യം പറഞ്ഞിട്ട് പലപ്പോഴും അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സൈൻ തന്നെയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുന്നത് ഓവർ ടൈം വർക്ക്. അഥവാ ബിസിനസ്സിൽ കുറച്ച് തിരക്കാണ്, എനിക്ക് ഗ്യാപ്പ് കിട്ടുന്നില്ല വിളിക്കാൻ, അങ്ങനെ പറഞ്ഞുകൊണ്ട് അവോയ്ഡ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഓവർ ടൈം വർക്കുണ്ട്, എനിക്കത് തീർക്കാനുണ്ട്. വർക്കിൻ്റെ കാര്യത്തിലോ ബിസിനസ്സിൻ്റെ കാര്യമോ പറഞ്ഞിട്ട് എപ്പോഴും ബിസിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും സൂക്ഷിക്കുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്നും അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കടം കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പണം അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കടമായിട്ടായിരിക്കാം, അവരുടെ തന്നെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പക്കൽ നിന്നും കടം മേടിച്ചിട്ടുള്ളതാവാം. അത് സത്യം പറഞ്ഞിട്ടാവാം, നുണ പറഞ്ഞിട്ടാവാം. എന്താണെങ്കിലും നിങ്ങളെ ഫിനാൻഷ്യലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങളൊന്ന് റീതിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എപ്പോഴും ഫിനാൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ആശ്രയിക്കുന്നുണ്ടോ, അതിനാണോ അവർ കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ ചീറ്റിംഗ് സൈനായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ സർപ്രൈസിങ് റൊമാൻറ്റിക് ജെസ്റ്റേഴ്സ് എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു കുറ്റബോധം തോന്നുന്ന സമയത്ത് നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുക. ആദ്യം ഉള്ളതിനേക്കാൾ അധികമൊന്നും വല്ലാണ്ട് എക്സ്പ്രസ് ചെയ്യാത്ത ആളാണെങ്കിൽ കൂടി പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു പ്രണയം അത് അഭിനയിക്കുക, സ്നേഹിക്കുക. അതൊരു കുറ്റബോധത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ സംഭവിക്കുന്നതായിരിക്കാം ചിലപ്പോൾ. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളെ കൂടുതലായിട്ട് സ്നേഹിക്കുന്ന ജസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്നും കാണുകയാണെന്നുണ്ടെങ്കിൽ അതും ഒന്ന് നോട്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഏകദേശം 6 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് സയൻസ് ഉണ്ട്. തുടർന്ന് വരുന്ന വീഡിയോസിൽ നമുക്ക് ഡീപ്പായിട്ട് ഇതൊക്കെ ചർച്ച ചെയ്യാം. എനിവേ
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക, അവർ ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കട്ടെ. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാനും മറക്കണ്ട. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി താങ്ക് യു. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമസ്തേ.